CPM-ഉം അതുപോലെ തന്നെ UDF-ഉം മത്സരിക്കുമ്പോൾ അവിടെ പല പല ഫാക്ടേഴ്സ് വരും. അതിൽ പല ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് എന്ത് കാര്യമെന്നുള്ള മട്ടിലാണോ BJP? വാസ്തവത്തിൽ മത്സരിക്കുന്ന രണ്ട് ലീഗുകാരും ഒരു BJP-കാരിയുമാണ്. അത് കൃത്യമാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതാണ് ഇവർ തമ്മിൽ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്കൊക്കെ ബോധ്യമാവുന്നത്. മുസ്ലിം ലീഗിന് പറയട്ടെ നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ട്. നിങ്ങൾ തിരക്കൂട്ടണ്ട. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് ആര് അധികാരത്തിലെത്തണമെന്ന് തീരുമാനിക്കാനാണ്. ഇവർക്ക് ഏത് പാർട്ടി അധികാരത്തിൽ കയറ്റാനാണ്, ആരധികാരത്തിൽ വരാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ അതിൽ പോലും ഒന്നിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം വരില്ല എന്നിവർക്ക് അറിയുന്നുണ്ട്. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമൊന്നും ചോദിക്കേണ്ട പ്രസക്തി ഇവിടെ ഇല്ല. കാരണം ഒന്നറിയോ, ഇതിലിപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞു പണാധിപത്യത്തിൻ്റെ ആളുകളാണ് ചാക്കിട്ട് പിടിച്ചിട്ട് അവിടെ നിർത്തുന്നത്. ഈ മഞ്ഞളാംകുഴി അലി ആരായിരുന്നു? മഞ്ഞളാംകുഴി അലി 2 തവണ LDF-ൻ്റെ MLA ആയി. അദ്ദേഹത്തിൻ്റെ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊളിറ്റിക്സ് കൊണ്ട് വിജയിച്ച ആളെ മുസ്ലിം ലീഗിലേക്ക് മാറ്റി പെരിന്തൽമണ്ണ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് 5ാം മന്ത്രിസ്ഥാനം കൊടുത്ത്, അത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ മുസ്ലിം ലീഗിൽ ഇദ്ദേഹത്തെ പോലെയോ അല്ലെങ്കിൽ കാലങ്ങളായി കഷ്ടപ്പെടുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരൻ ലീഗുകാരില്ലേ, എന്താ കൊടുക്കാതിരുന്നത്? കൊടുത്തിട്ടില്ല. അബ്ദുൾ വഹാബ് കാലങ്ങളായി പ്രവാസിയായിട്ട് ബിസിനസ്സുകാരനായിരുന്നു. അതേ മലപ്പുറത്തേക്ക് വന്ന് രാജ്യസഭാ MP ആയി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗിന് വേണ്ടി കൊടികെട്ടാനും അടികൊള്ളാനും പോകുന്ന മുദ്രാവാക്യം വിളിച്ച നിരവധി ആൾക്കാരില്ല, അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ മൗലികമായി ആളുകളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. തരാതരം പോലെ അവനവനനുസരിച്ച് ഇത് വ്യാഖ്യാനിക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ലീഗിൽ നിന്ന് വന്നവരാണോ അധികാരം പിടിച്ചെടുക്കുന്നതോ എന്നുള്ള ചർച്ച. ഈ കഴിഞ്ഞ ഇത്ര കാലമായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത പ്രദേശത്തേക്ക് വികസനത്തിൻ്റെ കാര്യങ്ങൾ എത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ആ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പോയി നോക്ക്. മുസ്ലിം ലീഗുകാരുടെ എത്രയോ കാലമായിട്ടുള്ള ഈറ്റിലും പോറ്റിലാണല്ലോ. എന്തെങ്കിലും ഒരു ഓട് മാറ്റാൻ പോലും സാധിക്കാത്ത സ്ഥലത്താണ് ഇന്ന് ആ വിപ്ലവകരമായ മാറ്റം നിങ്ങൾ ആ തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ തിരൂരിൽ നിന്നാണ് പറയുന്നത്. വികസനമാണ്. ഹൈവേ വികസിക്കുന്നു, റെയിൽവേ മേഖല വികസിക്കുന്നു, കടലോര മേഖല വികസനം വരുന്നു, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇവിടുത്തെ വികസനത്തിന് വേണ്ടി.